ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് ഇന്നലെ നടന്നത്. എന്താ അറിയോ, 3 പേരിനെ ക്യാപ്റ്റനാക്കി. നെവിൻ, ആര്യൻ, പിന്നെ അക്ബർ. 3 പേർക്കും അത്ര സന്തോഷമായി. 3 പേരും ചേർന്ന് തുള്ളി ചാടുന്നുണ്ടായിരുന്നു 3 പേരും ക്യാപ്റ്റനായപ്പോൾ. ബിഗ് ബോസ് ഇതൊക്കെ ഒരു ഏഴിൻ്റെ പണിയാണല്ലോ. ഏഴിൻ്റെ പണി പറഞ്ഞാലും പോരാ, സൂപ്പറായ ഒരു ഏഴിൻ്റെ പണിയായിരുന്നു അവിടെ കൊടുത്തത്. ഇവർക്ക് അപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നോമിനേഷൻ മുക്തി ഇല്ലയെന്ന്. നോമിനേഷൻ മുക്തി ഇല്ലയെന്ന് പറഞ്ഞതുമേ ഹൗസ് മേറ്റ്സുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അവരുടെ സന്തോഷവും ഇവരുടെ സന്തോഷവും ഒക്കെ കൂടി കാണണമായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ആയിട്ട് ഈ 3 പേരുണ്ടല്ലോ, ക്യാപ്റ്റനായിട്ട് 3 പേരുണ്ടല്ലോ, ഈ 3 പേര് തീരുമാനിക്കണമല്ലോ ഹൗസ് മേറ്റ്സുള്ളവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ തീരുമാനിച്ചു അനുമോളിനെയും ഷാനവാസിനെയും കൂടിയിട്ട് വെസൽ ടീമിലിടാമെന്ന് ഇവർ തീരുമാനിച്ചു. അപ്പോൾ അനുമോൾ എന്ത് പറഞ്ഞാൽ രാവിലെ എണീച്ച് വരുമ്പോൾ ആരും ബെഡ്ഷീറ്റൊന്നും മടക്കി വെക്കില്ല എന്ന്, മുഷാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെക്കും അത്ര. അപ്പോൾ അനുമോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് വരുന്ന സമയത്ത് നീറ്റായിട്ട് എല്ലാവരും മടക്കി വെക്കണം എന്നുള്ള രീതിക്ക് അനുമോൾ അവിടെ പറഞ്ഞതുമേ എല്ലാം കൂടി അനുമോൾ ചെയ്യണം എന്നുള്ളതായി ക്യാപ്റ്റന്മാരുടെയൊക്കെ തീരുമാനം. അനുമോൾക്ക് പാവം എല്ലാം ചേർന്നിട്ടുള്ള ഒരു പണിയാണ് അനുമോൾക്ക് കിട്ടിയത്. ഇത് നോക്കുമ്പോൾ അനുമോൾ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് വിട്ടിരിക്കാമെന്നായിരുന്നു നമുക്ക് തോന്നിയത്. അവൾ ശരിയല്ല, നീറ്റായി വെക്കണ്ടേ എന്നുള്ള രീതിക്ക് പറഞ്ഞതിപ്പോൾ തെറ്റായിപ്പോയി. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. പിന്നെ നോമിനേഷൻ ടാസ്ക് ആയിരുന്നു. ഇപ്രാവശ്യത്തെ നോമിനേഷൻ ടാസ്ക് ഒരു വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. എന്തറിയോ, നോമിനേഷൻ ആരെവിടെ ഇരിക്കണോ അവിടെ വെച്ചിട്ട് വേണം നോമിനേഷൻ പറയണമെങ്കിൽ. അപ്പോൾ നൂറ പറയുന്നുണ്ടായിരുന്നു ബാത്റൂമിലാണെങ്കിൽ എന്ത് ചെയ്യും ബിഗ് ബോസ് എന്ന്. അത് കറക്റ്റല്ലേ, ബാത്റൂമിലാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ചോദിക്കുന്നത്. പക്ഷേ അതിനൊന്നും മറുപടി കേട്ടില്ല നമ്മൾ. ഇനിയിപ്പോൾ ലൈവ് നോക്കുമ്പോൾ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അതേപോലെ ഇരിക്കുന്നവിടെ തന്നെ പറയണം നോമിനേഷൻ ആരാണെന്ന്. പക്ഷേ അനുമോളും നൂറിയൊക്കെ അനുമോൾ പറയുമ്പോഴേക്കും അക്ബറും ആര്യനൊക്കെ അവിടെ നിന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മളൊരാൾ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിട്ട് നമ്മളെ ഓരോരോ ആക്ടിവിറ്റി കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ പറയാനുള്ള ഒരു ഫോഴ്സും അവിടെ കമ്മിയാവും. നമ്മളെന്താ ഉദ്ദേശിച്ചതെന്നും ചിലപ്പോൾ മറന്നു പോകില്ലേ. ആരാണെങ്കിലും പെട്ടെന്ന് അതൊരു മറക്കുമല്ലോ. അപ്പോൾ അനുമോളോട് അതിൽ പറയുന്നുണ്ടായിരുന്നു നീ എന്താ അവരെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നിൻ്റെ പാട്ടിൽ പറയായിരുന്നില്ലേ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതുകൾ വന്ന് അവിടെ നിന്നപ്പോൾ എനിക്കൊന്നും പറയാനും കിട്ടിയില്ല എന്നും പറഞ്ഞാൽ അനുമോൾ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. നൂറയ്ക്ക് ഇതേപോലെ തന്നെ. നൂറ പറയുമ്പോഴും ഓപ്പോസിറ്റിലുള്ള ഇവർ വന്നിട്ട് ആര്യനും ഇവരൊക്കെ വന്നതുമേ നൂറയ്ക്ക് നേരെ പറയാൻ കിട്ടിയില്ല, അവിടെ മാറ്റർ പറയാൻ കിട്ടിയില്ല. പക്ഷെ അവർക്കത് സങ്കടമായി പറയാൻ കിട്ടാണ്ടായപ്പോൾ. പിന്നെ ദീപാവലിക്ക് ഇവരിനെ കൊണ്ട് സ്റ്റോർ റൂമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. സ്റ്റോർ റൂമിൽ പോയി നോക്കണു, അവിടെ സ്പൈക്കുട്ടൻ ഉണ്ടായിരുന്നു. സ്പൈക്കുട്ടൻ എല്ലാം ഉണ്ടായിരുന്നു. അവിടെയുണ്ട് ഫുൾ സ്വീറ്റ്സും സ്നാക്സും. ദീപാവലിയല്ലേ, എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കത് കണ്ടത് അത്ര സന്തോഷമായി. എല്ലാവരും കൂടി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചു. നന്നായിരുന്നു ഇന്നലെ കാണാൻ. പിന്നെ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് തുടങ്ങിയിട്ടാണ് ഇന്നലെ. ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്കിൽ മേലെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർ വന്നിട്ടല്ല എങ്ങനെ ബാലൻസ് ചെയ്യണം പറഞ്ഞാൽ കാല് വയ്ക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇതിൽ കയറിയിട്ട് ഈ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം അങ്ങനെ നിൽക്കണം, ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ. അത് കുറച്ച് ഭയങ്കര ടഫായിരുന്നു നമുക്ക് കാണുമ്പോൾ. എല്ലാവരും മണിക്കൂർ കണക്കിന് നിൽക്കണം പറയുമ്പോൾ കുറച്ച് വിചാരിക്കുന്ന മാതിരിയല്ല. പിന്നെ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ അവർക്കും തീരെ കിട്ടാൻ കുറച്ച് കഷ്ടമാണ്. ഫസ്റ്റേ ഷാനവാസ് പുറത്തായി, പറ്റില്ല എന്ന് പറഞ്ഞ് ഷാനവാസ് പുറത്തായി. നെവിൻ എന്ത് ചെയ്തറിയോ, ഒരേ സൗണ്ടും വാ ഹൂ ഹോ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നവർക്ക് എന്താ തോന്നാറോ, നെവിൻ എല്ലാവരും ഡൈവേർട്ട് ചെയ്യുകയാണ് എന്നാണ് നമുക്കവിടെ ഫീലായത്. പക്ഷെ നെവിൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നെവിന് പിന്നെ വലിയ കുടവയറും ഇതുള്ളത് കൊണ്ട് അപ്പോൾ നിൽക്കാനേ പറ്റുന്നില്ല. അനുമോൾ പറയുന്നുണ്ടായിരുന്നു വലിയ കുടവയറല്ലേ പ്രസവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നു നെവിൻ 2ാമത്തെ പ്രാവശ്യം നെവിൻ ഇറങ്ങി. പിന്നെ അനീഷ് ഇറങ്ങി. പിന്നെ അക്ബറിനും ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അക്ബറും താഴെ ഇറങ്ങി. പിന്നെ ആദില അങ്ങനെ നിന്ന് ഇങ്ങോട്ട് മയങ്ങണ മാതിരിയായി ആദില. അപ്പോൾ ആദിലയും പോയി. പിന്നെ അനുമോളും നൂറയൊക്കെ മാക്സിമം പറ്റണത്രയും ഇവരൊക്കെ നിന്ന് വിട്ടോ. പെൺകുട്ടികൾ ഇത്രത്തോളം നിൽക്കുമ്പോൾ ഏത് കണ്ടീഷനും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഇവർ ഇത്രയും ബാലൻസ് ചെയ്ത് നിന്നതിൽ നല്ല കാണുമ്പോൾ നന്നായിട്ട് തോന്നി. ആൺകുട്ടികൾക്കൊന്നും അത്ര നിൽക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ സാബുമേനും നമ്മുടെ ആര്യനും മാത്രമാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം മഴ പെയ്തു. അപ്പം മഴ പെയ്യണു ബിഗ് ബോസ് മൈക്ക് വന്നിട്ട് നനയുമല്ലോ മഴ പെയ്തു പറഞ്ഞാൽ.
അപ്പം മൈക്ക് നനയും പറഞ്ഞപ്പോൾ മൈക്ക് ഊരി അങ്ങനെ വരാൻ ആൾക്കാർ വരുമ്പോഴേക്കും ആര്യം വന്നിട്ട് കൈ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ബിഗ് ബോസ് അവിടെ പറയുന്നതേ ഇല്ല. അപ്പോഴും സാബുമാനാണ് പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് നിന്നത്. നമ്മൾക്കേ കാണുന്നുണ്ട് ആര്യം കൈയെടുത്തതൊക്കെ. അതെന്താ ബിഗ് ബോസ് പറയാത്തത്? എന്നിട്ട് സാബുമാൻ ഔട്ടുമായി. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ബിഗ് ബോസ് വേണം വെച്ച് ചെയ്തതാണ്, ഇത് അൺഫെയർ ആണ് എന്നുള്ള രീതിക്ക് സാബുമാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. നമുക്കും കണ്ടപ്പോൾ അത് തോന്നി. ആര്യനെ പറയാണ്ട് പർപ്പസായിട്ട് ബിഗ് ബോസ് ആര്യനെ പറയാണ്ട് സാബുമാനെ പറഞ്ഞ മാതിരിയാണ് നമുക്ക് ഇന്നലെ അവിടെ ഫീലായത്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും കമൻറ്റും ഇടുക. വീണ്ടും നാളെ കാണാം. ബൈ.